ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്പേഴ്സിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. ശംഖുവിന്റെ വീട്ടിൽ കുറച്ചു പേരുണ്ട്. അവരുടെ എണ്ണത്തിന്റെ വർഗത്തിൽ നിന്ന് 63 കുറച്ചു കിട്ടുന്ന സംഖ്യയുടെ വർഗമൂലം കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടും. അത് 9 ആണ്. എന്നാൽ ആകെ ആൾക്കാരുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും എത്രയായിരിക്കും? അപ്പോൾ ശംഖുവിന്റെ വീട്ടിൽ കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എത്ര പേരാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതെന്തായിട്ട് എടുക്കാം? എക്സ് എന്നും പറഞ്ഞ് എടുക്കാം. ഓക്കെ. അപ്പൊ ശംഖുവിന്റെ വീട്ടിൽ എക്സ് പേരുണ്ട്, എക്സ് ആൾക്കാരുണ്ട്. അവരുടെ എണ്ണത്തിന്റെ നമ്മൾ എക്സിന്റെ വർഗത്തിൽ നിന്ന്, എക്സിന്റെ വർഗം എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ഇനി എക്സ് സ്ക്വയറിൽ നിന്ന് 63 കുറച്ച് കിട്ടുന്ന സംഖ്യ, 63 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? എക്സ് സ്ക്വയറിൽ നിന്ന് 63 കുറയ്ക്കുക, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 63 കിട്ടും. അതിൽ നിന്ന് സംഖ്യയുടെ വർഗമൂലം കണ്ടാൽ, ഇതിന്റെ വർഗമൂലം കാണാന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? അത് വനിതകളുടെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. കണ്ടാൽ വനിതകളുടെ എണ്ണം കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത്. വനിതകളുടെ എണ്ണം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 9 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് ഈക്വൽ ടു 9 എന്ന് എഴുതാലോ. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 63 ഈക്വൽ ടു 9. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ആ ശംഖുവിന്റെ വീട്ടിൽ എത്ര പേരുണ്ടെന്നുള്ളത് കിട്ടും. ഇനി അതിൽ നിന്ന് വനിതകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ നമുക്ക് ആരുടെ എണ്ണം കിട്ടും? പുരുഷന്മാരുടെ എണ്ണം കിട്ടും. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമുക്ക് അടുത്ത പേജിലായിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടിയത് ഇതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 63 ഈക്വൽ ടു 9. ഇനി ഈ സ്ക്വയർ റൂട്ട് കളയാനായിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം? സ്ക്വയറിങ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ട് സൈഡും എന്ത് ചെയ്ത് കൊടുക്കാം? സ്ക്വയർ ചെയ്യാം. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരിക നോക്കിക്കേ. ലെഫ്റ്റ് സൈഡ് ഞാൻ സ്ക്വയർ കൊടുത്തു. സ്ക്വയർ കൊടുക്കുമ്പോൾ ഹോൾ സ്ക്വയർ വേണം കൊടുക്കാൻ. 9നും സ്ക്വയർ കൊടുത്തു. ഓക്കെ അല്ലേ. ഈ റൂട്ടും സ്ക്വയറും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ റൂട്ട് എന്ന് പറഞ്ഞാൽ 1/2 എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ. 1/2 അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. റൂട്ടിന് എന്ത് വന്നിട്ടുണ്ട്? ഒരു സ്ക്വയർ വന്നിട്ട്. അപ്പൊ റൂട്ട് സ്ക്വയർ അടുത്തടുത്ത് വന്നാൽ എന്തായി പോവും? കട്ടായി പോവും എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ സ്ക്വയർ റൂട്ടുള്ള ഒരു നമ്പറിനെ നമ്മൾ സ്ക്വയറിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? റൂട്ടും സ്ക്വയറും കട്ടായി പോയി അതിനകത്തുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ റൂട്ട് 7 ദ ഹോൾ സ്ക്വയർ, ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? സ്ക്വയർ റൂട്ടും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ആയി പോയി നമുക്ക് ഇതിന്റെ അകത്തിരിക്കുന്ന ആളെ കിട്ടും. ദാറ്റ് ഈസ് ആൻസർ 7 ആയിരിക്കും. അതുപോലെ സ്ക്വയർ റൂട്ട് ഓഫ് 11 ദി ഹോൾ സ്ക്വയർ എന്തായിരിക്കും? ഇതിനകത്തുള്ള ആൻസർ ആയിരിക്കും കിട്ടുക അല്ലെ. റൂട്ടും സ്ക്വയറും കട്ടായി പോയി 11 ആയിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 63 ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ എന്തായിരിക്കും ഉത്തരം? റൂട്ടും സ്ക്വയറും കട്ടായി പോയിട്ട് ഇതിനകത്ത് കിടക്കുന്ന വാല്യൂ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 63 ഈക്വൽ ടു എന്ന് വരും. 9 സ്ക്വയർ എന്താണ്? 9 സ്ക്വയർ എന്ന് വെച്ചാൽ 9 ഇൻറ്റു 9 ആണ്. അപ്പൊ 9 ഇൻറ്റു 9 എത്രയാണ്? 81. ഇനി എന്താ ചെയ്യുന്നത്? നമുക്ക് എക്സിന്റെ വാല്യൂ വേണ്ട അല്ലേ. അപ്പോൾ 63 നമുക്ക് എന്ത് ചെയ്യണം? റൈറ്റിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ 63 എന്ന് പറഞ്ഞ നമ്പറിനെ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ സൈന് മാറും. അപ്പൊ -63 ആണ്. അപ്പൊ അത് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് ആകും. സോ ആദ്യം കിടക്കുന്ന ടേം അതുപോലെ കൊടുക്കുക. ഓക്കെ, എക്സ് സ്ക്വയർ അതുപോലെ കൊടുത്തു. -63 നമ്മൾ കൊണ്ടുപോകുന്ന ആളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈക്വൽ ടു കൊടുത്തു. അവിടെ എന്താ റൈറ്റ് സൈഡിലുള്ളത്? 81 അല്ലേ. അത് അതുപോലെ എഴുതി. ദെൻ 63 -63 എന്നുള്ളത് എന്താവും? +63 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? സൈന് മാറ്റി കൊടുത്തു. -63 എന്നുള്ളത് എന്തായി? +63 ആയി. ഇനി ഇത് തമ്മിൽ എന്ത് ചെയ്ത് കൊടുക്കുക? ആഡ് ചെയ്യുക. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 81 + 63 ചെയ്യുമ്പോൾ 144 ആണ് കിട്ടുക. ഇനി എക്സ് സ്ക്വയർ ആണ് 144. അപ്പൊ ഏതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് 144 കിട്ടുന്നത്? നമ്മൾ സ്ക്വയേഴ്സ് ഒക്കെ പഠിച്ചു വെക്കണം. അപ്പൊ ഏതിന്റെ സ്ക്വയേഴ്സ് ആണ് 144? 12 സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ. അപ്പം 12 സ്ക്വയർ ആണ് 144 എങ്കിൽ എക്സ് എത്രയായി? 12 ആയില്ലേ. ഓക്കെ, 12 സ്ക്വയർ ആണ് 144. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു 144 എന്നാണ് കിട്ടിയത്. അപ്പൊ എക്സിന്റെ അതേ പൊസിഷനിൽ കിടക്കുന്ന ആരാ? 12 അല്ലേ. സോ എക്സിന്റെ വാല്യൂ എന്തെന്ന് കിട്ടി? 12 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എക്സ് എന്ന് കിട്ടിയത് എന്താണ്? ശംഖുവിന്റെ വീട്ടില്
എത്ര പേരുണ്ടെന്ന് കിട്ടി? 12 ആൾക്കാരാണ് ഉള്ളത്. ഇനി അതില് നമുക്ക് വനിതകളുടെ എണ്ണം തന്നിട്ടുണ്ട് 9 എന്ന് അല്ലെ. അപ്പൊ 12 9 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 മൈനസ് 9 3 എന്ന് കിട്ടും. അപ്പൊ പുരുഷന്മാരുടെ എണ്ണം 3ഉം പിന്നെ എന്താണ് ആളുകളുടെ എണ്ണം 12 എന്നും കിട്ടും. സോ നമ്മുടെ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ആൾക്കാരുടെ എണ്ണം 12ഉം പുരുഷന്മാരുടെ എണ്ണം 3ഉം വനിതകളുടെ എണ്ണം എത്രയാ? 9. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.